ഞങ്ങളുടെ ഒരു ദിവസം അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയായി തീരുമെന്ന് യാതൊരു ഐഡിയയുമില്ല. അതിൻ്റെ കാരണം ആദ്യത്തെ കുറച്ച് പോർഷൻസിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. തലേ ദിവസം ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ കിട്ടിയിരുന്നെങ്കിലും സത്യം പറയാലോ ഇപ്പോൾ ഒന്നും ഓർമ്മയിലില്ല. എവിടം വരെ പോകും നോക്കാം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ചൂസ് ചെയ്തത് ഫ്രൈഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരായതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഒരുമിച്ചൊരു ഓഫ് കിട്ടുക. പിന്നെ ഫ്രൈഡേ ആകുമ്പോൾ മക്കൾക്കും സ്കൂളില്ല. ഒരു ഫുൾ വീക്കിന്റെ ക്ഷീണം തീർക്കുന്നത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കാറുള്ളൂ. 2 ബെഡ്റൂം ഫ്ലാറ്റ് ആണെങ്കിലും ഹോളിഡേയ്സിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങാറ്. ഇതുപോലെ കുഞ്ഞിപ്പിള്ളേരുടെ സേഫ്റ്റി ഓർത്ത് ഞങ്ങൾ കട്ടിൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇതിനൊരു പ്രത്യേക സുഖം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോരുത്തരെയും പയ്യായിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. വീട്ടു സഹായത്തിനും ഞങ്ങളില്ലാത്തപ്പോൾ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിത്തരാനും ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്. ചെറിയ പനിയും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് ചേച്ചിക്ക് ഇന്ന് റെസ്റ്റ് കൊടുത്തേക്കുക. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞതുകൊണ്ടാണ് ചേച്ചിയെ കാണിക്കാത്തത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. കുഞ്ഞു പിള്ളേർക്ക് ഇഡ്ഡലി, വലിയവർക്ക് പുട്ടും. കടലക്കറി തലേദിവസം ഉണ്ടാക്കിയിരുന്നേ. പിന്നെ ചമ്മന്തിയും പഴമുണ്ട്. കൂടാതെ കടുപ്പത്തിലൊരു ഫിൽട്ടർ കോഫി. ഫ്രൈഡേസിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും ധൃതി പിടിച്ചുള്ള ഓട്ടത്തിലായി. പ്രൊമോഷൻ ആണെന്നൊന്നും വിചാരിക്കല്ല. വർഷങ്ങളായി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മദേഴ്സിന്റെ പ്രൊഡക്ട്സ് ആണ്. അതിപ്പോൾ പച്ചരി ആയാലും പുട്ടുപൊടി ആയാലും കുത്തിരി ആയാലും മസാലപ്പൊടി ആയാലും. ഞങ്ങൾ ഇതിവിടെ എടുത്തു പറയാനുള്ള കാരണം നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങളിലേക്ക് കൂടി ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് കരുതി മാത്രമാണ്. ആദ്യം നമുക്ക് നേരക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞിപ്പല്ലൊന്നും വരാത്തതുകൊണ്ട് പാല് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഫ്രൈഡേസ് ഇവർക്ക് കാറ്റക്കിസം ഉള്ള ദിവസമാണ്. 11:30 കാറ്റക്കിസം ബസ് വരും. അതുകൊണ്ട് വില്യത്തിനും വിൽബർട്ടിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഒപ്പം പിന്നെ സേറയും വിക്രവും കൂടുമല്ലോ. ആക്ച്വലി സേറയ്ക്കും കാറ്റക്കിസം ഉള്ളതാണ്. പക്ഷെ ഇന്ന് ചെറിയ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് വിടുന്നില്ല. അങ്ങനെ അവരെ പറഞ്ഞു വിടുന്ന ബഹളങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നേരയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നിയിട്ട് തൊട്ടിയിലൊന്നും കൊണ്ടേ ആട്ടി നോക്കിയതാ. എവിടെ അവള് ചാടിപ്പോന്നു. എന്നാ പിന്നെ അത്യാവശ്യം വീടൊന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് കരുതി അത് കഴിഞ്ഞ് പിള്ളേരോടൊപ്പം കൂടി കുറച്ചു നേരം കളിച്ചു. ഇനി വേണം ഉച്ചക്കത്തേക്കുള്ളത് സെറ്റ് ചെയ്യാൻ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും സ്പെഷ്യൽ പ്രതീക്ഷിക്കും. കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല വെള്ള ആവോലി കിട്ടിയിരുന്നു. അതെടുത്ത് മുളകിട്ട് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡിയാക്കി. ഇവിടെ എപ്പോഴും ആവോലി ഫ്രൈ ആണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ചിക്കൻ ഫ്രൈ വേണമെന്ന് മക്കളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് കറിയാക്കി. ചോറും കറിയൊക്കെ റെഡിയാക്കി. ഇനി കാറ്റക്കിസത്തിന് പോയവരെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ ഫുഡ് കൊടുത്തേക്കാം. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നവരിങ്ങെത്തി. അവരൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറും മീൻകറിയും ചിക്കൻ ഫ്രൈയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും പിന്നെ ഇന്ന് ഫ്രിഡ്ജ് കാലിയാക്കൽ ഡേ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ ബാലൻസ് ഉണ്ടായിരുന്ന എല്ലാ കറിയും കൂടി ലഞ്ച് കഴിച്ചു. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നേരെ ഇരുട്ടി കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചേച്ചിയും നേരെയും വരുന്നില്ല. മെയിൻലി പുറത്ത് പോക്കൽ 2 കാര്യങ്ങളാണുള്ളത്. പിള്ളേരെ ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കണം. പിന്നെ സേറയുടെ ഹെയർ കട്ടിങ്. സേറയുടെ ഹെയർ കോംബ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അമ്മയും മോളും കൂടി നല്ല വഴക്കാവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ആപ്പിൾ കട്ട് ചെയ്തേക്കാൻ തീരുമാനിച്ചത്. എന്തായാലും സേറ ഹാപ്പിയായി. മുടി ചീകി വെക്കാൻ ഇനി പറയില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റൈഡ്സിലൊക്കെ കയറി ഫുട്ബോളൊക്കെ കളിച്ച് നല്ല ടയേർഡായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. വീക്കെൻഡ് ഔട്ടിങ് എപ്പോഴും അവസാനിക്കുന്ന ഫുഡ് അടിയിലാണല്ലോ. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ആമീസ് കിച്ചണിൽ പോയി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷെ കഴിച്ചു വന്നപ്പം സ്വല്പം ഹെവി ആയിപ്പോയി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി കുരിശുവരെയൊക്കെ കഴിഞ്ഞ് ബെഡിലോട്ട് കയറിയപ്പം ഏകദേശം വെളുപ്പിനെ 11:30 ആയി. മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവധി ദിവസങ്ങളിലെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.